ഓരോരുത്തർക്കും ഓരോ ക്രൈസ് ഉണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി, അദ്ദേഹത്തിൻ്റെ ശബ്ദമൊന്നും കേൾക്കാനില്ല, ഒരു വിവാദത്തിലുമില്ല. റോഡുണ്ടാക്കുക, പാലം പണിയുക, റോഡുണ്ടാക്കുക, പാലം പണിയുക, ഇത് ജീവിതപ്രദമായി കൊണ്ടു നടക്കുന്ന ഒരു മനുഷ്യനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ടി ജിക്ക് അങ്ങനെ ഒരു അഭിപ്രായമുണ്ടോ? അല്ല, ഈ കൊടുക്കുന്ന ഡ്യൂട്ടി ഏറ്റവും വൃത്തിയായിട്ട് ചെയ്യുക, മറ്റേത് വിവാദങ്ങളിൽ പെടാതിരിക്കുക എന്നുള്ളത്. പുള്ളിയായിട്ട് വിവാദങ്ങളിലൊന്നും പെടില്ല, പക്ഷെ പുള്ളിയെ ഒരുപാട് വിവാദത്തിൽ പെടുത്തിയിട്ടൊക്കെ ഉണ്ട്. പുള്ളി എപ്പോഴും ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നതുകൊണ്ട് ഈ ടി വിക്കാർക്ക് പുള്ളിയുടെ നിന്ന് ബൈറ്റ് കിട്ടാറില്ല. ഒരു വിവാദ പ്രസ്താവന വരണമല്ലോ, അത് കിട്ടാൻ പ്രയാസമാണ്. എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കും ഈ മനുഷ്യൻ. ചിരി ഇല്ലാതെ ഞാൻ ഒറ്റത്തവണയെ കണ്ടിട്ടുള്ളൂ. പുള്ളി ഒരു യോഗത്തിൽ സ്റ്റേജിൽ ഷുഗർ ഡൗണായിട്ട് കൊളാപ്സായി, ഇരുന്ന ഇരിപ്പിലിങ്ങനെ കണ്ണിങ്ങനെ ആയിട്ടിങ്ങനെ, അപ്പോഴത്തേക്ക് ആൾക്കാർ പിടിച്ചു. അപ്പോൾ ആ ഒരു സമയത്ത് മാത്രമാണ് ചിരിക്കാതെ, പുഞ്ചിരിക്കാതെ ഞാൻ ഗഡ്കരിയെ കണ്ടിട്ട്. ഒരു ചിത്രം പോലും ഇല്ല ചിരിയില്ലാത്ത, എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്നു. അതേസമയം ചിരിച്ചുകൊണ്ട് പുള്ളി ഫയർ ചെയ്യുകയും ചെയ്യും. ഈ നാഷണൽ ഹൈവേ അതോറിറ്റി എന്ന് പറയുന്ന പ്രസ്റ്റീജിയസ് സ്ഥാപനമാണല്ലോ ഇപ്പം. ഗഡ്കരി പറയുന്നത് എത്ര കാശ് വേണം പറയാം, എന്തെങ്കിലുണ്ട് ഞാൻ തരാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അത്ര പേര്. ഇതിന് ഒരു ഹെഡ് ക്വാർട്ടേഴ്സ് ഡൽഹിയിലും ഉണ്ടായിരുന്നില്ല, ഒരു പഴയ ബിൽഡിങ്ങൊക്കെ. ശരി, NHAIക്ക് ആസ്ഥാനം ഉണ്ടായിരുന്നില്ല. NHAIക്ക് ആസ്ഥാനം ഉണ്ടാക്കാൻ തുടങ്ങി 10 വർഷം എടുത്തു. NHAI ആസ്ഥാനം പണിഞ്ഞു തീർന്നപ്പോൾ ഉദ്ഘാടനത്തിന് ഗഡ്കരിയെ വിളിച്ചു. നിലവിളക്ക് കൊളുത്തൽ, ഇതൊക്കെ വലിയ VIPs, എയർ കണ്ടീഷൻ ഹാള്, നല്ല ബോക്സ് അറേഞ്ച്മെൻറ്റ്. ഗഡ്കരി ഉദ്ഘാടനത്തിന് എണീറ്റിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രയും നിരാശനായ ഒരു സന്ദർഭം ഉണ്ടായിട്ടില്ല. വളരെ നാണം കെട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. നമ്മുടെ NHAI, ഞാൻ മന്ത്രി, ചെയർമാൻ, മാനേജിങ് ഡയറക്ടർ, ഇത്രയുള്ള ആൾക്കാർ 10 വർഷമെടുത്ത് ഈ ഒരു 3 നില ബിൽഡിംഗ് കിട്ടാനായിട്ട്. 160 കോടി രൂപ മറ്റോ എസ്റ്റിമേറ്റ് ആയിരുന്നു. ഇത് തീർന്നപ്പോൾ 850 കോടിയോ മറ്റോ ആയി. ഇത് എന്ത് പരിപാടിയാണ്? എനിക്ക് ഒരു അഭിമാനവും തോന്നുന്നില്ല. നാണക്കേട് കൊണ്ട് എൻ്റെ തല കുനിയുന്നു, നിങ്ങളുടെയും തല കുനിയണമെന്നാണ് എൻ്റെ അഭിപ്രായം. കഴിഞ്ഞ 10 വർഷമായിട്ട് NHAIയുടെ ചെയർമാൻമാരായിരുന്നില്ലേ, അതിൽ ഇപ്പോൾ എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ ചെയർമാൻ ഒഴിച്ച് ബാക്കി 9 പേരുടെ പടവും, 9 പേരല്ല, ആ പീരീഡിലുണ്ടായിരുന്ന ചെയർമാൻമാരുടെ പടവും ഇതിൻ്റെ റിസപ്ഷനിൽ പ്രദർശിപ്പിക്കണം. ഈ പ്രോജക്റ്റ് ഇത്രയും കൊല്ലം വെച്ച് താമസിപ്പിച്ച മഹാന്മാർ എന്ന് പറഞ്ഞിട്ട് ആളുകൾ ഞെട്ടിപ്പോയി. അപ്പോഴും പുള്ളിക്കൊരു ചിരിയുണ്ട്, ചിരിച്ചുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. സകലവരെയും ഫയർ ചെയ്ത് നാശമാക്കി. ഉത്തരവാദിത്വമില്ലാത്ത മാനേജ്മെൻറ്റ്, ഉത്തരവാദിത്വമില്ലാത്ത കീഴ് ജീവനക്കാർ. ഇത് ലേറ്റ് ആവുമെന്ന് എനിക്കൊരു റിപ്പോർട്ട് തരാനായിട്ട് ഞാൻ അധികാരത്തിൽ വന്നിട്ട് 1.5 വർഷം കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു റിപ്പോർട്ട് വരുന്നത്, ഇങ്ങനൊരു പ്രോജക്റ്റ് ഉണ്ട് സാർ, അത് ഡിലേ ആവുന്നു സാർ. ഞാൻ അറിയുന്നില്ല, ഞാൻ സെക്രട്ടേറിയറ്റിൽ വരുന്നു പോകുന്നു, റോഡ് പാലമൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നു. എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ഹെഡ് ക്വാർട്ടേഴ്സ് ഇങ്ങനെ ഇഴഞ്ഞഴിഞ്ഞ് പോകുന്നു എന്നുള്ളത് ഞാൻ അറിയാൻ 1.5 വർഷം എടുത്തു. ലാനത്ത് ആപ്കെ ഊപ്പർ, നാണക്കേടാണ് ഇത്. റിപ്പോർട്ടിംഗ് ദ ഡിലേ വാസ് ഡിലേഡ്. ആലോചിച്ച്, റിപ്പോർട്ടിംഗ് ദ ഡിലേ വാസ് 1.5 years ഡിലേഡ്. പുള്ളി പറഞ്ഞു, നമുക്കിത് അഭിമാനകരമായ ഒരു കാര്യമേ അല്ല. നിങ്ങൾ വിളിച്ചു, ഞാൻ ഇത് പറയാനാണ്, നിങ്ങളെ പ്രാകാനാണ്, നിങ്ങളെ ശപിക്കാനാണ് ഞാൻ വന്നത്. ഒരു കാലത്ത് നിങ്ങൾക്ക് ഗുണം പിടിക്കില്ല, ഇതാണ് നിങ്ങളുടെ സ്റ്റൈലെങ്കിൽ എന്ന് പറഞ്ഞു. പിന്നെ അതിൽ ബാക്കിയുള്ളവരൊക്കെ സംസാരിച്ച് ഫൈനലി ഒരു പോസിറ്റീവ് നോട്ടിൽ പോയി കേട്ടോ. ഇതാണ് ഗഡ്കരി. പക്ഷേ അവിടെ പോലും ഈ മീഡിയയ്ക്ക് ഈ ഒരു തീക്ഷ്ണമായ ഒരു ബൈറ്റില്ല. അങ്ങനെ ഈ വിമർശിക്കുമ്പോഴും പ്രാകുമ്പോഴും എല്ലാം നിറഞ്ഞ സ്നേഹത്തോടെയാണ്, ചിരിയോടെയാണ് എംപ്ലോയീസ് കേട്ടുകൊണ്ടിരിക്കുന്നത്. സിറ്റിംഗ് ചെയർമാൻ പോലും ഒരു ചിരിയോടെയാണ്. ഇപ്പം പറയുന്നത് ശരിയല്ലേ, ഒരു നിരായുധനായി പറഞ്ഞ കാര്യമൊക്കെ കറക്റ്റാണ്. കോൺട്രാക്ടർമാരുടെ യോഗം വിളിച്ചു. അതിൽ പുള്ളി പറഞ്ഞു, എനിക്ക് വലിയ ദുഃഖമുണ്ട് നിങ്ങളുടെ മുമ്പിൽ ഹാജരാവാനായിട്ട്. കാരണം നേരത്തെ നിങ്ങളുടെ ബില്ല് പാസ്സാകാൻ 12 മേശകളുടെ മുമ്പിൽ നിങ്ങൾ പോകണമായിരുന്നു. ആ മേശകളുടെ മുമ്പിലൊക്കെ പോകുമ്പോൾ നിങ്ങളുടെ കയ്യിലൊരു കവറും ഉണ്ടാവണം, ഇല്ലേ? അപ്പോൾ എല്ലാവരും ചിരിച്ചു. യെസ് എന്നോ നോ എന്ന് പറയുന്നു, എല്ലാവരും ചിരിച്ചു.
ഇപ്പോൾ ഈ 12 മേശയിൽ നിന്ന് ഞാൻ 4 മേശയായിട്ട് കുറച്ചിട്ടുണ്ട്. ഞാൻ മുഴുവൻ കുറയ്ക്കാമെന്ന് നിങ്ങൾക്ക് വാഗ്ദാനം തന്നിരുന്നു. ഒരു മേശപ്പുറത്തും പോകാതെ ഓൺലൈൻ നിങ്ങളുടെ പൈസ, ഓൺലൈൻ ബില്ലടയ്ക്കും, ഓൺലൈൻ സർട്ടിഫിക്കേഷൻ, ഓൺലൈൻ പേയ്മെൻറ്റ്, ഇത് ഞാൻ പറഞ്ഞിരുന്നു. ഐ കുഡ് നോട്ട് ഡു ദാറ്റ്. 8 മേശയെ എനിക്ക് ഒഴിവാക്കാൻ പറ്റുള്ളൂ. ഇപ്പോഴും 4 മേശ ബാക്കിയുണ്ട്. പക്ഷേ ആ കവർ ഇപ്പോൾ കൊടുക്കേണ്ടി വരുന്നുണ്ടോ? അപ്പോൾ അവർ പറഞ്ഞു ഇല്ല. അപ്പോൾ 8 മേശയും 4 മേശപ്പുറത്തെ കവറും ഞാൻ ഒഴിവാക്കി. ഇനി 4 മേശയുണ്ട്. പക്ഷേ അപ്പോഴും എൻ്റെ വാഗ്ദാനം 100% ആയില്ല. അതുകൊണ്ടാണ് ഞാനൊരു അല്പം നെർവസായിട്ട് ഈ യോഗത്തിന് വന്നത്. പക്ഷേ വിളിച്ചതാണ്, അതുകൊണ്ട് ഞാൻ തന്നെ ഹാജരാണല്ലോ. ഇത് തുറന്നു പറയുന്ന മനുഷ്യനാണ് ഗഡ്കരി. യെസ്, മൈ എഫിഷ്യൻസി ഈസ് 95%. ഐ എം സോറി. ഐ പ്രോമിസ്ഡ് യു 100%. ഇറ്റ്സ് ഓൺലി 95%. സോറി. ഇപ്പോൾ ഗഡ്കരി ടേക്ക് ഓവർ ചെയ്യുമ്പോൾ 2 കിലോമീറ്റർ ആയിരുന്നു ഒരു ദിവസം നാഷണൽ ഹൈവേ പണിഞ്ഞുകൊണ്ടിരുന്നത്. ജസ്റ്റ് 2 കിലോമീറ്റേഴ്സ് പെർ ഡേ. ഇന്ന് എത്രയാണെന്നറിയാമോ? 68 കിലോമീറ്റർ പെർ ഡേ. 68 കിലോമീറ്റർ, 34 ഇരട്ടി വർധന സ്പീഡിൽ. അതുകൊണ്ടാണ് മിന്നൽ വേഗത്തിലാണ് നാഷണൽ ഹൈവേ. അതെ അതെ. ഈ 1 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ തെറ്റിദ്ധാരണ പാടില്ല കേട്ടോ. ഈ 14 ലൈൻ ഹൈവേ ഒക്കെ ഉണ്ട്. ഇപ്പോൾ യു പിയിൽ നിന്ന് ഡൽഹി ടച്ച് ചെയ്യാതെ മീററ്റിന് പോകുന്ന ഹൈവേ ഒക്കെ. 14 ലൈനിൽ ഒരു ലൈൻ 1 കിലോമീറ്റർ ആയി കഴിഞ്ഞാൽ 1 കിലോമീറ്റർ എന്നാണ് എന്നത്. അപ്പോൾ ഇപ്പുറത്തുള്ള 7 ലൈൻ ഓരോ കിലോമീറ്റർ വെച്ച് തീർന്നു കഴിഞ്ഞാൽ 7 കിലോമീറ്റർ ആയിട്ട് കൂട്ടും. അല്ലാതെ അത് 1 കിലോമീറ്റർ ആയിട്ടല്ല. ലൈൻ എത്രയുണ്ട് എന്ന് നോക്കിയിട്ടില്ല. ഒരു ലൈൻ 1 കിലോമീറ്റർ. അങ്ങനെ ഒരു ദിവസം 68 കിലോമീറ്റർ ഒറ്റ ദിവസം. അതായത് ചേർത്തല ടു എറണാകുളം ടു ഏകദേശം ആലപ്പുഴ ദൂരം ഒറ്റ ദിവസം കൊണ്ട് നാഷണൽ ഹൈവേ ഒറ്റ ദിവസം കൊണ്ട് തീരും. ഇതാണ് മിന്നൽ വേഗം എന്ന് പറഞ്ഞാൽ പോരാ, അതിനപ്പുറത്താണ്. അല്ല, അങ്ങനെ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാരാഷ്ട്രയിൽ പുള്ളി ശ്രദ്ധേയനായത് PWD മിനിസ്റ്ററായി കഴിഞ്ഞപ്പോൾ അവിടെ 600 കോടി രൂപയുടെ ടെൻഡർ കൊടുത്ത് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പുള്ളി ഇതെല്ലാം പരിശോധിച്ചിട്ട് ഈ സകല ടെൻഡറും അങ്ങോട്ട് ക്യാൻസൽ ചെയ്തു, റീടെൻഡർ ചെയ്തു കഴിഞ്ഞപ്പോൾ അത് കംപ്ലീറ്റ് ഓൺലൈനിൽ സകല പത്രത്തിൽ അവിടെ ഇവിടെയൊക്കെ കൊടുത്തിട്ട് എല്ലാ മുക്കും മൂലയിലും ഈ ടെൻഡർ എത്തി. അത് കഴിഞ്ഞപ്പോൾ 155 പേര് ടെൻഡർ ഡോക്യുമെൻ്റ് മേടിച്ചു. 68 പേരോ മറ്റോ ടെൻഡർ സബ്മിറ്റ് ചെയ്തു. അതിൽ നിന്ന് 4 പേര് ടെൻഡർ സബ്മിഷൻ കഴിഞ്ഞിട്ട് വിത്തിൻ 2 വീക്സ് 4 പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്യിച്ചു. 14ാമത്തെ ദിവസം അതാണ് മുംബൈ പൂനെ ഹൈവേ. പണ്ട് എനിക്ക് ഓർമ്മയുണ്ട്, മുംബൈ പൂനെ ഹൈവേ പണ്ടുമുണ്ട്. അവിടെ ആ ഘാട്ട് പ്രദേശം തുടങ്ങുമ്പോൾ വലിയ ബോർഡാണ്, ലോങ് ലിവ് ബ്രേക്സ് ആൻഡ് ഗിയേഴ്സ് എന്ന് വെച്ചാൽ ദൈവസഹായത്തിലാണ് പോകുന്നത്. ലോങ് ലിവ് ബ്രേക്കും ഗിയറും എല്ലാം ഈശ്വര നേരെ വർക്ക് ചെയ്യണമെന്ന്. അങ്ങനെ വേണം ആ കയറ്റം കയറാൻ. ഇന്നിപ്പോൾ ആ ബോർഡില്ല. ഇപ്പോഴും കയറ്റമുണ്ട്, ബ്രേക്കും ഉണ്ട്. നിങ്ങളൊന്നും പേടിക്കണം, ദർ ഇസ് നോ റിസ്ക്. 2.25 മണിക്കൂർ കൊണ്ടാണ് മുംബൈ പൂനെ ഡിസ്റ്റൻസ് സാധാരണ കാറ് കവർ ചെയ്യുന്നത്. ഒരു ടാക്സിക്കാരൻ എന്നോട് ഞാൻ വിശ്വസിച്ചില്ല. അയാൾ പറഞ്ഞു, സാറ് ഫ്ലൈറ്റിന് പോകാൻ നോക്കുക, മുംബൈ ടു പൂനെ ഫ്ലൈറ്റിന് പോകണം. എയർപോർട്ടിലെത്താനുള്ള സമയം 1 മണിക്കൂർ മുമ്പെങ്കിലും എയർപോർട്ടിലെത്തണം, ചെക്ക് ഇൻ ചെയ്യാൻ. പിന്നെ പൂനെക്ക് ആക്ച്വലി ഒരു 35 മിനിറ്റ്സാണ് ഫ്ലൈറ്റ് എടുക്കുന്നത്. പക്ഷേ ഈ ടേക്ക് ഓഫും ലാൻഡിങ്ങും സംഗതിയൊക്കെ കഴിഞ്ഞ് ചുറ്റിത്തിരിഞ്ഞ് നമ്മളെ കൊണ്ടുവന്ന് നിർത്തി കോണിപ്പടി കൊണ്ടുവന്ന് ജസ്റ്റ് ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ സമയം എത്ര പോകും? ഇത് കഴിഞ്ഞിട്ട് പൂനെ എയർപോർട്ടിൽ നിന്ന് പൂനെ സിറ്റിയിലേക്ക്. ഇത് നോക്ക് സാറ്, ഏകദേശം അതേ കാശേ ആവുള്ളൂ ഈ ടാക്സി എടുത്ത് പോയി കഴിഞ്ഞാൽ. ആൻഡ് ഐ വെൻ ബൈ ടാക്സി, ഐ എൻജോയ് ദ റൈഡ്. 2 hours 50 minutes എടുത്തു അയാൾ മുംബൈ ടു പൂനെ. ദിസ് വാസ് മെയ്ഡ് പോസിബിൾ ബൈ ഗഡ്കരി. അപ്പോൾ ഈ എഫിഷ്യൻസി, അതിനുശേഷം വേറൊരു ഹൈവേ ഇതുപോലെ ലോനാവാല വീതി കൂട്ടാനുണ്ടായിരുന്നു. അതും ഇതുപോലെ ടെൻഡർ കിട്ടിയിട്ട് 13ാം ദിവസം വർക്ക് സ്റ്റാർട്ട് ചെയ്യണം. 13 ദിവസം. ഇവിടെ കേരളത്തിലാണെങ്കിലോ 4 വർഷം 5 വർഷം കഴിഞ്ഞാലും ടെൻഡർ ഫൈനലൈസ് ചെയ്യില്ല. അത് ടെൻഡർ ചെയ്തിട്ടുണ്ട്, നടപടികൾ പുരോഗമിക്കുന്നു. നടപടിക്രമങ്ങൾ തീരാനുണ്ട് എന്നൊക്കെ പറയും. എന്ത് നടപടിക്രമം? സത്യത്തിൽ ആലോചിച്ച് നോക്കിയാൽ ഒരു റോഡ് പണിയാനായിട്ട് 10 ടെൻഡർ വന്നു. അതിലെ ലോവസ്റ്റ് നോക്കി ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ഇയാളെന്തെല്ലാം പൈലിപ്പിള്ള, ചാക്കോപ്പിള്ള, ഇവർ പഴയ കോൺട്രാക്ടേഴ്സാണ്. 1.25 മണിക്കൂർ കൊണ്ട് ഈ ജോലി കഴിഞ്ഞു. പിന്നെ എന്തിനാണ് ഇതിന് മാത്രം ടെൻഡർ ഇട്ട് കളിക്കുന്നത്?
ദിസ് ഈസ് വാട്ട് ഗഡ്കരി വലിയ മായാജാലമൊന്നും കാണിക്കുന്നില്ല, ഉള്ള ഇത് എഫിഷ്യൻ്റായിട്ട് നടത്തുന്നു. അത് കഴിഞ്ഞ് ഈ സാധനം അടൽജിയുടെ ശ്രദ്ധയിൽ വന്നപ്പോഴാണ് പ്രധാനമന്ത്രി ഗ്രാമീണ സഡക് യോജന. കാരണം മഹാരാഷ്ട്രയിൽ 14,000-ൻ്റെ അടുത്ത് വില്ലേജുകൾ ഗഡ്കരി കണക്ട് ചെയ്തു. സ്വാതന്ത്ര്യത്തിന് ശേഷം ഒരു കണക്ടിവിറ്റിയും ഇല്ലായിരുന്നു വില്ലേജുകൾ. എന്ന് വെച്ചാൽ കാളവണ്ടിയിൽ നിങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ. അങ്ങനത്തെ വില്ലേജ് മഹാരാഷ്ട്രയിലുണ്ട്. ഞാൻ പോയിട്ടുണ്ട്. കാളവണ്ടിയിൽ പോയിട്ടുണ്ടോ? വഴിയില്ലാത്ത സ്ഥലത്തൂടെ പോയിട്ടുണ്ടോ? ട്രക്ക്, കാട്ടിൽ മരം കൊണ്ടുപോകാൻ പോകുന്ന ട്രക്കുണ്ടല്ല, അതിന് പോകാൻ വഴിയൊന്നുമില്ല. ആ ട്രക്ക് പോയി ഒരു വഴിയുണ്ട്, അതാണ് വഴി. അതിൽ ട്രക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതിൽ സഞ്ചരിക്കുക. കാരണം ബസ്സില്ല. നിങ്ങൾക്കൊരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ ബസ്സില്ല. പിന്നെ എന്ത് ചെയ്യും? ഈ ട്രക്കിന് കൈ കാണിക്കുക. ട്രക്കിൽ ആളെയൊക്കെ കുത്തിക്കയറ്റി കൊണ്ടുപോകും. ഒരു MVD ഇല്ല, KMVD ഇല്ല. അവരെന്ത് ചെയ്യാനാ? ബസ്സില്ലാത്ത സ്ഥലത്ത് പിന്നെ ലോറിയിൽ ആളെ കയറ്റിയെന്ന് പറഞ്ഞാൽ കേസ് പറയാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഞാൻ പിടിക്കപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഈ ബസ്സുള്ള സ്ഥലത്തും ലോറിയിൽ സഞ്ചരിച്ച് നമ്മളെ പിടിച്ചു പാതിരാത്രിക്ക്. അത് ഡ്രൈവർ എന്നോട് പറഞ്ഞു, ഞാൻ ഉറങ്ങുകയാണ്, ഈ ഡ്രൈവറുടെ സീറ്റിന് പുറകിൽ ഒരു നീളം അത്. അപ്പോൾ പോലീസ് നിർത്തി. രാത്രി ഒരു 2 മണി സമയം പോലീസ് നിർത്തിയിട്ട്, ഓ പീछे कौन सो रहा है, उठाओ उसको. അപ്പോൾ ഡ്രൈവർ കിളി പുറത്തിറങ്ങി. ഡ്രൈവർ ഇറങ്ങുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞു, വണ്ടിയുടെ ഉടമസ്ഥനാണെന്ന് പറഞ്ഞേക്കണം കേട്ടോ. ഞാൻ ശരി, ഞാനും പുറത്തിറങ്ങി. ആപ് കോൻ ഹെ? ഞാൻ പറഞ്ഞു, ഗാഡി കാ മാലിക് ഹെ. പോലീസുകാരൻ ഇങ്ങനെ നോക്കിയിട്ട്, ഏ തോ മാലിക് ലഗ്താ ഹെ. ഒരു ലോറി ഡ്രൈവർ, ലോറിയുടെ ഉടമസ്ഥൻ എന്ന് പറയുമ്പോൾ സൈസും സംഗതിയൊക്കെ വേണ്ടേ. മാത്രമല്ല ഞാൻ നുണയാണ് പറയുന്നത് എൻ്റെ നെറ്റിയിൽ ഇങ്ങനെ എഴുതി വയ്ക്കുന്നുണ്ട്. ആ പേടിച്ചൊക്കെ. ശരി വാ. അപ്പോൾ ഭയങ്കര തണുപ്പ്. ഇവർ തീ കൂട്ടിയിരിക്കുകയാണ് സൈഡിൽ, പോലീസുകാർ ദൂരെ. അപ്പോൾ എന്നെയും വിളിച്ചുകൊണ്ട് പോയി. ഈ പോണ വഴിക്ക് ഞാൻ എൻ്റെ തീരുമാനം മാറ്റി. നടന്നു പോകുന്ന വഴിക്ക് ഞാൻ തീരുമാനം മാറ്റി, സത്യം പറയാൻ തീരുമാനിച്ചു. പോലീസുകാരൻ അവൻ്റെ കിതാബൊക്കെ എടുത്ത് വെച്ച്, എന്താ കാര്യം പറഞ്ഞത്? ഞാൻ പറഞ്ഞു, സാർ ഇതൊന്നുമല്ല, ഞാൻ യാത്ര ചെയ്യാൻ ബസ്സില്ല, എന്നിട്ട് ഇവൻ്റെ കാല് പിടിച്ച് ഈ വണ്ടിക്കകത്ത് കയറി. അയാൾ 100 തവണ പറഞ്ഞു, പോലീസ് പിടിക്കും, വഴിയിൽ പ്രശ്നമാകും, ഞാനിങ്ങനെ വലിയ ഉദ്യോഗസ്ഥനൊക്കെയാണ്, എന്നെ വെറുതെ വിടണം. പുള്ളി പറഞ്ഞു, നിങ്ങളെ കണ്ടാൽ തന്നെ അറിയാം, നിങ്ങളിപ്പോൾ ഓണക്കൂലും മണാങ്കട്ടയല്ല. ഇതുപോലെ കയറുന്ന പലരെയും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ അടുത്ത് വേല ഇറക്കരുത്. നീ അപ്പം തന്നെ സത്യം പറയാൻ വരുന്നില്ല. ഞാൻ ആ ചട്ടിയിൽ കയറുന്ന ഞാൻ വിട്ടേൻ. നിങ്ങൾ ഈ നമ്പർ ഇറക്കിയതുകൊണ്ടാണ് ഞാൻ എന്നാൽ പിന്നെ ചാർജ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞു, അയ്യോ ഒന്നും ചെയ്യരുത്, എന്നെ വിടണം. അപ്പം ഞാൻ ഇതിൽ വരാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഈ ബാബാ അംട്ടയുടെ അങ്ങ് കാട്ടിൽ ഭമ്രാഗഡ് എന്ന് പറയുന്ന സ്ഥലത്ത് കുഷ്ഠരോഗികളുടെ, പുള്ളിക്ക് ഈ അറോറ എന്ന സ്ഥലത്ത് പുള്ളിയുടെ ഒരു ക്യാമ്പുണ്ട് കുഷ്ഠരോഗികൾക്ക്. പുള്ളിയുടെ മകൻ കാട്ടിനുള്ളിൽ ഒരു ഏകാധ്യാപക വിദ്യാലയമൊക്കെ നടത്തുന്നുണ്ട്. ആണ്ടിലൊരിക്കൽ അവിടെ ഒരു മീറ്റിംഗ് ഉണ്ടാകും. അതിനായിട്ട് പോയതാണ്. അവിടെ പോകണമെങ്കിലും ഒരു ദൂരം വരെ ബസ് പോകാം. അത് കഴിഞ്ഞിട്ട് ലോറിയിൽ പോകണം. അപ്പോൾ അവിടെ നിന്ന് തിരിച്ചു വരാനും ലോറിയിലാണ്. ഞാൻ പിന്നെ ബസ് കിട്ടുന്ന സ്ഥലം എത്തിയപ്പോഴും ലോറി സൗകര്യമാണ്, ബസ്സിലെ പോലെ തിരക്കും സംഗതി ഒന്നുമില്ല. ഇവനൊരു 100 രൂപ കൈമണക്ക് കൊടുത്താൽ നമുക്കൊരു ബെർത്ത് കിടക്കാനും ഇരിക്കാനും, കുറച്ച് കഴിഞ്ഞ് കിടക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, സുഖമാണല്ലോ എന്ന് വിചാരിച്ച് ചെയ്തതാണ് ഈ സംഭവം. അങ്ങനെയാണ് പിടിക്കപ്പെട്ടത്. ഏതായാലും നമ്മൾ പറഞ്ഞു വന്ന കാര്യം എന്തായിരുന്നു? ഗഡ്കരി. അപ്പോൾ ഇങ്ങനെ 14,000 ഗ്രാമങ്ങളെ ഗഡ്കരി കണക്ട് ചെയ്തു. ഇത് ശ്രദ്ധിക്കപ്പെട്ടു. അത് പ്രധാനമന്ത്രി ഗ്രാമീൺ സഡക് യോജനയായി. സ്വാഭാവികമായിട്ട് 2014 ഗഡ്കരി വന്നു കഴിഞ്ഞപ്പോൾ ഈ വകുപ്പ്, പക്ഷേ ഇത് കൂടാതെ ഷിപ്പിംഗ്, MSME, മീഡിയം ആൻഡ് സ്മോൾ സ്കെയിൽ ഇത് ഇൻഡസ്ട്രീസ്, അതിൻ്റെ വകുപ്പ് കൊടുത്തിരുന്നു. മെല്ലെ അത് എടുത്തു മാറ്റി വേറെ ഉള്ളവർക്ക് കൊടുത്തു. പിന്നെ ഈ റോഡ്, ഇതിൽ മാത്രം ഫോക്കസ് ചെയ്യാൻ സർഫസ് ട്രാൻസ്പോർട്ട് മാത്രമായി. ഇതിനിടയ്ക്ക് ഗഡ്കരിക്ക് പാരകളുമൊക്കെ വന്നു കേട്ടോ. മോദി സർക്കാർ വരുന്നതിന് മുമ്പ്, ദാറ്റ് വാസ് ഇൻ 2012-13 ആ പീരീഡിലാണ്. ഗഡ്കരി അന്ന് പാർട്ടി പ്രസിഡൻ്റാണ്. പാർട്ടിയുടെ ഏറ്റവും ലോ പോയിൻറ്റിൽ പ്രസിഡൻ്റായ മനുഷ്യനാണ് ഗഡ്കരി. 2009, അതായത് BJPയുടെ 2ാം തോൽവി. 2004 തിരിച്ചടി, 2009 തോൽവി ഛിന്ന ഭിന്നമാക്കി കളഞ്ഞു BJP. സകല മുറയിലും തകർന്ന് നാശമായി. ആ അവസ്ഥയിലാണ് ഗഡ്കരിയെ പ്രസിഡൻ്റാക്കുന്നത്.
അവിടെ നിന്ന് ഒരു പോസിറ്റീവ് വൈബ് ബിൽഡപ്പ് ചെയ്ത് യാത്ര ചെയ്ത് സകല പാർട്ടിക്കാരുടെയും തോളത്ത് കൈയിട്ട് ഈ ചിരിയുണ്ടല്ലോ ടിപ്പിക്കൽ, ആ ചിരിയും ഒക്കെ ആയിട്ട് ആ മെല്ലെ പാർട്ടിയുടെ മുറയിൽ വർക്കേഴ്സൊക്കെ ഉണ്ട്, പക്ഷേ ആത്മവിശ്വാസം തകർന്നു പോയി. രണ്ടാം തോൽവിയായിരുന്നു. ഇത് തിരിച്ചു കൊണ്ടുവന്നു. അപ്പോൾ ഗഡ്കരിക്ക് ഒരു സെക്കൻഡ് ടേം കിട്ടും എന്നുള്ള അവസ്ഥ വന്നു. അപ്പോൾ അകത്തുനിന്ന് നടത്തിയ ഒരു ഓപ്പറേഷനാണ് ഗഡ്കരി പണക്കാരനാണ് കേട്ടോ, ഈ ദാരിദ്ര്യം വിട്ട് നടക്കുന്ന ആളല്ല ഗഡ്കരി. ഞാൻ വളരെ കഷ്ടപ്പെട്ട് പട്ടിണി കിടന്ന് പള്ളിക്കൂടത്തിൽ പോകാൻ എല്ലാവരും നല്ല ഉടുപ്പിട്ട് പോകുമ്പോൾ ഞാൻ മാത്രം കീറിയ ഉടുപ്പിട്ട് അങ്ങനെയൊന്നുമല്ല. ഞാൻ നല്ല സ്ഥിതിയുള്ള കുടുംബത്തിലായിരുന്നു, എനിക്ക് ദാരിദ്ര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഗഡ്കരി സ്വന്തമായിട്ട് വേറൊരു ബിസിനസ് എംപയർ ഉണ്ടാക്കി. അതിപ്പോഴും ഉണ്ട്. പൂർത്തി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. അതിൽ ഫുഡ് എക്സ്പോർട്ടുണ്ട്, ഫ്രൂട്ട് എക്സ്പോർട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ, വലിയ കമ്പനികളാണ്. ഈ പൂർത്തി എക്സ്പോർട്സിനെ ഇൻകം ടാക്സ് വെച്ച് ഒരു വാർത്തയൊക്കെ ഉണ്ടാക്കി വൻ ബഹളം ഉണ്ടാക്കി. എല്ലാവരും ധരിച്ചിരുന്നത്, ഇപ്പോഴും ധരിക്കുന്നത്, കോൺഗ്രസ് സർക്കാരായിരുന്നു അവർ ഗഡ്കരിക്ക് ഒരു പാര കൊടുത്തതാണ് BJPയുടെ പ്രസിഡൻ്റ് ആയതുകൊണ്ട്. അങ്ങനെ ആയിരുന്നില്ല. ദാറ്റ് പാര വാസ് ഫ്രം വിത്തിൻ. ദ ഓപ്പറേഷൻ വാസ് ഫ്രം വിത്തിൻ BJP, സോ ദാറ്റ് ഹീ ഡസൻ ബിക്കം സെക്കൻഡ് ടൈം പ്രസിഡൻറ്റ്. ആ സമയത്ത് മാറ്റിക്കുക. അതിൽ BJPയിലെ വമ്പന്മാർ, അവരുടെയൊക്കെ പേര് ഇപ്പോൾ അപ്രസക്തമാണ്, മീഡിയയിലെ വമ്പന്മാർ, നാവി കാക്കുമാർ, അർണാബ് ഗോസ്വാമി, ഇവരൊക്കെ ഉപയോഗിക്കപ്പെട്ടാൽ അവർക്കും അറിയാമായിരുന്നു ഒരു ഫോൾസ് നെഗറ്റീവാണ് ഈ റൺ ചെയ്യുന്നത്. പൂർത്തി ഗ്രൂപ്പ് ഇൻകം ടാക്സ് അടച്ചില്ല, അത് ചെയ്തില്ല. ഗഡ്കരി ഫോട്ട് ബാക്ക് ലൈക്ക് എനിത്തിങ്. പൊളിറ്റീഷ്യൻസിൽ ആദ്യം കയറി ഇതിൽ ഇടപെട്ടത് കേജ്രിവാളാണ്. കോടികളുടെ അഴിമതി, വെട്ടിപ്പ്, ഇൻകം ടാക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഗഡ്കരി ഡിഫമേഷൻ സ്യൂട്ട് അയച്ചിട്ട് പബ്ലിക്കായിട്ട് കേജ്രിവാൾ അപ്പോളജി പറഞ്ഞു. പബ്ലിക്കായിട്ട് തന്നെ പോന്നു ചേട്ടാ ഞാൻ പറഞ്ഞ മുഴുവൻ പിൻവലിച്ചു. അത് കഴിഞ്ഞിട്ട് കോൺഗ്രസ്സിലെ സീനിയർ ആൾക്കാരൊന്നും വേണ്ടിയില്ല. മനീഷ് തിവാരി അന്ന് വലിയ TV കിടന്നടിക്കുന്ന ആളാണ്. മനീഷ് തിവാരി ഇത് ചെയ്തു, ഗഡ്കരിക്കെതിരെ അമ്പയച്ചു. മനീഷ് തിവാരിക്കും ഡിഫമേഷൻ നോട്ടീസ് പോയി. മനീഷ് തിവാരി പോകാൻ പറഞ്ഞു, ഞാൻ കീഴടങ്ങില്ല, കോടതി കണ്ടോളാം എന്നൊക്കെ പറഞ്ഞു. 6 മാസത്തിനകം മനീഷ് തിവാരി മൂക്കുകൊണ്ട് ഇക്ഷ പറഞ്ഞ് അപ്പോളജി പറഞ്ഞു. ഒടുവിൽ ഇൻകം ടാക്സുകാരെ കൊണ്ട് സർട്ടിഫൈ ചെയ്യിച്ചു ഗഡ്കരി. ഒരു കേസും പെൻഡിങ് ഇല്ല, ഒരു പൈസയും ഇയാളുടെ ഗ്രൂപ്പ് ഓഫ് കമ്പനീസോ തരാനില്ല. ഇത് ഇൻകം ടാക്സ് കൊടുക്കുന്നത് നരേന്ദ്രമോദി വന്നു കഴിഞ്ഞിട്ടല്ല, അതിന് മുമ്പ് മെയ് 13, 2014 മെയ് 26 ഇദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. അതിൻ്റെയും 2 ആഴ്ച മുമ്പ് ഇൻകം ടാക്സിൻ്റെ ക്ലിയറൻസ് ഗഡ്കരി വാങ്ങിച്ച് പൊതുജനങ്ങൾക്ക് ഹാജരാക്കി. ഫേക്ക് അറ്റാക്ക് ബൈ ഗ്രേറ്റ് മാൻ. ഹി ഈസ് നോ മോർ നൗ ഇൻ BJP. ദാറ്റ് ഷുഡ് ബി. ഇത്ര വലിയൊരു അന്യായം ചെയ്തുകൂടായിരുന്നു. അപ്പോൾ ആനന്ദരാണ്. ഇപ്പോൾ നമ്മൾ രാജസ്ഥാനിലെ വസുന്ധര രാജെ ഓർക്കണില്ലേ, അവർ ആ ഒരു ഷെയർ മാർക്കറ്റിൽ ക്രിക്കറ്റിലൊക്കെ കളിച്ച ആളുണ്ടല്ലോ, ലളിത് മോദിക്ക് ഇംഗ്ലണ്ടിൽ താമസിക്കാൻ വീടുണ്ടാക്കി കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട്. ലളിത് മോദി ഒരു കോൺട്രവേഴ്സ്യൽ ഫിഗർ അല്ലാത്ത കാലത്ത് വസുന്ധര രാജയോട് ചോദിക്കുന്നു, ഇംഗ്ലണ്ടിൽ ആരെങ്കിലും ഒന്ന് ഇതാക്കി തരാം, എനിക്ക് അധികം വാടക കൊടുക്കാൻ പറ്റില്ല, പക്ഷേ എനിക്ക് പോഷ് വലിയ ആൾക്കാർ താമസിക്കുന്ന സ്ഥലം വേണം. അപ്പോൾ ഇവർ പഴയ രാജകുടുംബം അതിൻ്റെ കണക്ഷൻസൊക്കെ ആയിട്ട് ഇംഗ്ലണ്ടിലെ ഇന്ത്യൻസും ഒക്കെ ആയിട്ട് ഒരു പണ്ട് മുതലേ കണക്ഷൻ. അവരാർക്കും ഒരു കത്തയച്ചു, ഇങ്ങനെ ഒരു കക്ഷിയുണ്ട്, അപ്പോൾ നമ്മുടെ വേണ്ടപ്പെട്ട ആളാണ്, പുള്ളിക്ക് ഈ ലൊക്കാലിറ്റി വേണം, അത് ഒരു റീസണബിൾ റേറ്റിന് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ആ കത്തെടുത്തിട്ടാണ് ഇവർ അഴിമതിക്കാരിയാണ്, ലളിത് മോഡി കാശ് മേടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പൊടാപ്പില്ല എന്നൊക്കെ പറഞ്ഞു. ദിസ് വാസ് ഓൾസോ ആൻ ഇൻസൈഡർ ജോബ് ടു റെഡ്യൂസ് ദ സ്റ്റേച്ചർ ഓഫ് വസുന്ധര രാജെ. വസുന്ധര രാജയ്ക്ക് പിന്നെ പഴയ സ്റ്റേച്ചറിലേക്ക് ഉയരാൻ കഴിഞ്ഞില്ല. ബട്ട് ഗഡ്കരി വന്നു. പ്രതിഫലമായിട്ട് ഗഡ്കരിക്ക് ഫൈനലി കിട്ടിയത് പാർലമെൻ്ററി ബോർഡിലെ സ്ഥാനം പോയി എന്നുള്ളത്. ഇപ്പോൾ പാർലമെൻ്ററി ബോർഡിൽ BJPയുടെ പാർലമെൻ്ററി ബോർഡിൽ ഗഡ്കരി ഇല്ല, ഫോർ നോ റീസൺസ്. അതിൻ്റെ പുറകിൽ ആരാണ് എന്ന് ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് തന്നെ ഓൾ ദീസ് തിങ്സ് ഹാപ്പൻ ഇൻ പൊളിറ്റിക്സ്. ബട്ട് ഇതെല്ലാം ഇരിക്കുമ്പോൾ പോലും ഒരു സക്സസ്ഫുൾ പൊളിറ്റീഷ്യൻ, സക്സസ്ഫുൾ ബിസിനസ്മാൻ, സക്സസ്ഫുൾ പൊളിറ്റിക്കൽ ലീഡർ, ഇപ്പോൾ അദ്ദേഹം ഇന്ധന വിപ്ലവം നടത്തിക്കൊണ്ടിരിക്കുകയാണ്.
ഇപ്പം ഇവിടെ ഗണേഷ് കുമാറും ആൻ്റണി രാജുവും തമ്മിൽ തർക്കമില്ല, ഇലക്ട്രിക് ബസ് കൊള്ളാമോ ഇല്ലെന്ന്. യു ഗോ ടു നാഗ്പൂരിൽ 90% ഇലക്ട്രിക് ബസ്സുകളായി കഴിഞ്ഞു നാഗ്പൂർ കോർപ്പറേഷൻ്റെ കംപ്ലീറ്റ്. ഗഡ്കരി അൺഅപ്പോളജറ്റിക്കലി പ്രൈവറ്റ് എൻ്റർപ്രൈസിൻ്റെ ആളാണ്. ഗഡ്കരി പറയുന്നത് നിങ്ങൾ ഇന്ത്യയിൽ നോക്കുക, സർക്കാർ ഉദ്യോഗത്തിൽ ഇരിക്കുന്നത് മൊത്തം എംപ്ലോയിഡ് ആയിട്ടുള്ള ആൾക്കാരുടെ 3.54% സർക്കാർ ഉദ്യോഗത്തിലിരിക്കുന്നത്. ബാക്കി ഏകദേശം 96% ജോലി കൊടുക്കുന്നത് പ്രൈവറ്റ് കമ്പനികളാണ്. എന്താണ് നിങ്ങൾക്ക് പ്രൈവറ്റ് കമ്പനികളോട് ഇത്ര ദേഷ്യം? സുല്ലി നോക്ക്, കേരളത്തിൽ വിദ്യാഭ്യാസത്തിൽ കേരളം വളരെ മുന്നിലാണ്. ശരി, പ്രൈവറ്റ് സ്കൂൾ കൊണ്ടല്ലേ, അല്ല സർക്കാർ സ്കൂൾ കൊണ്ടല്ലല്ലോ. ഹെൽത്ത് കെയറിൽ കേരളം നമ്പർ 1. 90% ഓഫ് ദ ഹോസ്പിറ്റൽസ് ആർ പ്രൈവറ്റ്, 10% ഉള്ളൂ ആ സർക്കാർ ആശുപത്രി. അപ്പോൾ പ്രൈവറ്റ് സിറ്റിസൺ എന്ന് പറഞ്ഞാൽ എന്തോ മോശപ്പെട്ട ആൾ അല്ല. മൊബിലിറ്റി സർക്കാരായി കഴിഞ്ഞാൽ യാത്ര പ്രൈവറ്റ് ബസ്സുകളാണ് ഉള്ളതുകൊണ്ടാണ്. അതെ, പ്രൈവറ്റ് ബസ്സാണ് മേജർ ആൾക്കാരെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്, പ്രൈവറ്റ് ബസ്സാണ്. പ്രൈവറ്റ് സിറ്റിസൺ എന്തോ കൊള്ളില്ലാത്തവനാണ്. പബ്ലിക് ആയി കഴിഞ്ഞാൽ അയാൾ അല്ല. ഇതെല്ലാം വെച്ചിട്ട് മേനി നടിച്ചിട്ട് നമ്മൾ സ്വകാര്യ മേഖലയ്ക്ക് എതിരുമാണ്. എല്ലാവരും സ്വകാര്യ മേഖലയ്ക്ക് എതിരാണ്. അതിൻ്റെ സൗകര്യം എല്ലാം അനുഭവിക്കും. ഇപ്പം ആൾക്കാർ പറയുന്നത് റെയിൽവേയിൽ നോക്കൂ, ലക്ഷക്കണക്കിന് തൊഴിലുകൾ ഉണ്ട് റെയിൽവേയിൽ, എന്തുകൊണ്ട് ആളെ വയ്ക്കുന്നില്ല? ആവശ്യമില്ലാത്തതുകൊണ്ട്. ആവശ്യമില്ലാത്ത ആളെ വെച്ചിട്ടാണ് റെയിൽവേ ഇത്ര വലിയ ബാധ്യതയായിട്ട് മാറിയത്. വരുന്ന ആൾക്കാരുടെ എല്ലാം പാർട്ടിക്കാരെ ചുമ്മാ അങ്ങോട്ട് കയറ്റുക, തസ്തിക ഉണ്ടാക്കി. നമ്മുടെ മുന്നിലുണ്ടല്ലോ KSRTCയും KSEBയും. ഇപ്പോൾ എവിടെ പോയി KSRTC? പൊളിഞ്ഞ് പാളീസായി പോയില്ലേ? ഇതുപോലെ പബ്ലിക്കിൻ്റെ കാശ് തന്നുക, പബ്ലിക്കിന് ഒരു സർവീസും കൊടുക്കാതിരിക്കുക, ഒടുവിൽ ഗവൺമെൻറ്റിന് ബാധ്യതയാകുക. ഇതാണ് പൊതുമേഖല എന്ന് പറയുന്ന ഏർപ്പാട്. ഇത് ഗഡ്കരി തുറന്ന് തന്നെ പറയും. അതേസമയം MSRDC എന്ന് പറഞ്ഞിട്ട് മഹാരാഷ്ട്ര സ്റ്റേറ്റ് റോഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, അതിന് ഏറ്റവും വലിയ ഓർഡർ പുള്ളി PWD മിനിസ്റ്റർ ആയിരുന്നപ്പോൾ പുള്ളി ഓർഡർ കൊടുക്കുകയും അവരെ കൊണ്ട് സമയത്ത് അത് ചെയ്യിക്കുകയും ചെയ്തു. ഗവൺമെൻറ്റിന് എതിരൊന്നുമല്ല പുള്ളി, പൊതുമേഖലയ്ക്ക് എതിരൊന്നുമല്ല. പക്ഷേ പുള്ളി പറഞ്ഞു, നിങ്ങൾ കണക്കെടുത്ത് നോക്കുക, 96.6% ജനങ്ങൾക്ക് ജോലി കൊടുക്കുന്ന ആൾക്കാരെ നിങ്ങൾക്ക് ചുമ്മാ തല്ലിപ്പൊളികളെന്ന് പറയാൻ പറ്റുമോ? ദ ബിഗ്ഗസ്റ്റ് എംപ്ലോയർ പ്രൈവറ്റ് സെക്ടറാണ് ഇപ്പോഴും ഇന്ത്യയിൽ. ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലം മുതൽ സോഷ്യലിസം കുറേ നടക്കുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ദ ബിഗ്ഗസ്റ്റ് എംപ്ലോയർ ഈസ് പ്രൈവറ്റ് സെക്ടർ. ദ ബിഗ്ഗസ്റ്റ് ഹെൽത്ത് കെയർ ഈസ് ഗിവൻ ബൈ പ്രൈവറ്റ് സെക്ടർ. ദ ലാർജസ്റ്റ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫ്രം പ്രൈവറ്റ് സെക്ടർ. എന്തിന്? ജ്ഞാനപീഠം അവാർഡ് പ്രൈവറ്റ് സെക്ടറിലെയാണ്. വലിയ കാര്യം. എല്ലാവരുടെയും ഏറ്റവും വലിയ സ്വപ്നങ്ങളിലൊന്നാണ് ജ്ഞാനപീഠം. അത് സ്വപ്നം സാക്ഷാത്കാരം പ്രഭാവർമ്മയ്ക്ക് കിട്ടും. അതെ അതെ, വിഷമിക്കേണ്ട. അപ്പോൾ ഇങ്ങനെ രണ്ട് കൈ നീട്ടി ഇത് മേടിക്കുകയും ചെയ്യും കേട്ടോ. ജ്ഞാനപീഠമൊക്കെ മേടിക്കുകയും ചെയ്യും. അപ്പം ഈ ഗഡ്കരി അതുകൊണ്ട് ഓപ്പണായിട്ട് പറഞ്ഞു, എനിക്കിത് നാണമൊന്നുമില്ല, അവർ ഇത്രയധികം സേവനം ചെയ്യുന്നവരാണ് പ്രൈവറ്റ് സിറ്റിസൺസ്, അതുകൊണ്ട് പ്രൈവറ്റ് എൻ്റർപ്രൈസസിൽ ഒരു ദോഷവുമില്ല. ടിജി, ഞാനൊരു ചെറിയ കുസൃതിയുള്ളൊരു ചോദ്യം ചോദിക്കട്ടെ. കേരളത്തിൽ കേന്ദ്ര സർക്കാരിനെ നഖശിഖാന്തം എതിർക്കുന്ന സർക്കാരാണ് കേരള സർക്കാർ. പക്ഷെ നിതിൻ ഗഡ്കരിയോട് വലിയ ഇഷ്ടമാണല്ലോ മുഖ്യമന്ത്രി പിണറായി വിജയന്. ഒരു മനുഷ്യന് അങ്ങനെപ്പറ്റി ദോഷം പറയാൻ പറ്റില്ല, അത്രയ്ക്ക് പ്ലീസിങ് ആണ്. ഞാൻ ഈ അടൽജിയെ പറ്റി പല ആൾക്കാരോടും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതിൽ പ്രധാനി PC ചാക്കോയാണ്. PC ചാക്കോയോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ ഈ BJPയെ നഖശിഖാന്തം ആയിട്ട് UPA കാലമാണ് ഭയങ്കരമായിട്ട് ആക്രമിക്കും, അടൽജിയെ ആക്രമിക്കില്ല. അപ്പോഴാണ് PC ചാക്കോ പറ്റില്ല മോഹൻദാസ്, ആ മുഖത്ത് നോക്കിയിട്ട് നിങ്ങൾക്കൊരു മുഷിഞ്ഞ വാക്ക് പറയാൻ പറ്റില്ല. കാരണം പാർലമെൻറ്റിനകത്തും പുറത്തുമൊക്കെ അടൽജിയുടെ ഇത്രയും സ്നേഹം നിറഞ്ഞൊരു മനുഷ്യനെ കാണാൻ പറ്റില്ല. ഞങ്ങളുടെ സ്വന്തം പാർട്ടിയിൽ ഇത്രയും എന്നെ സ്നേഹിക്കുന്നവരില്ല. മാത്രമല്ല ഓരോരുത്തർക്കും തോന്നും അടൽജിക്ക് എന്നോട് വലിയ സ്നേഹമാണ്, പ്രായമുള്ളൊരു മനുഷ്യൻ, ഞാൻ പുള്ളിയെ ഉപദ്രവിക്കാൻ. BJP ഫാസിസ്റ്റ് എന്നൊക്കെ പറയും, അടൽജിയെ പറയില്ല. ഇതുപോലെയാണ്. അതിൽ നെറേറ്റീവ് അല്ലേ? നെറേറ്റീവും ആകാം. പക്ഷേ നല്ല മനുഷ്യരെ പറ്റി ചീത്ത പറയാൻ വലിയ പ്രയാസമാണ്. നിങ്ങളുടെ മനസ്സാക്ഷി പുറയുന്ന പോലെ ചോദിക്കും. പിണറായി വിജയൻ BJPയെ പറ്റി ജനറലി ആണ് പറയുന്നത്, ജനാധിപത്യം തകർന്നു, ഫാസിസം വളർന്നു, അങ്ങനെ ചെയ്തു, സൂക്ഷിക്കണം പിടിക്കണം എന്നല്ലാതെ ഇത് ഗഡ്കരി കള്ളനാണ്, അഴിമതിക്കാരൻ. വലിയ വിവാദങ്ങളും ഫൈറ്റും ഒക്കെ ഉള്ളപ്പോൾ ഗഡ്കരി പിണറായിയുടെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചു എന്നൊക്കെ പറയുന്നത് അതൊരു പൊളിറ്റിക്കൽ പോയിൻ്റായിട്ട് വെറുതെ എടുക്കുന്നതാണ്.
ഇപ്പോൾ ഗഡ്കരി ഇവിടെ വരുന്നു, കേന്ദ്രമന്ത്രിയാണ്. മുഖ്യമന്ത്രി പറയുന്നു നമുക്ക് ഉച്ചയ്ക്ക് ഊണ് വീട്ടിലാക്കാം. ആ കേരള മീൽസ് മിലേഗ, മിലേഗ പോരെ. പുള്ളിക്കൊരു കേരള മീൽസ്, നിങ്ങളുടെ ടിപ്പിക്കൽ കേരളത്തിലെ കറികളൊക്കെ നോക്കട്ടെ, വീട്ടിലുണ്ടാക്കിയ ഭക്ഷണം അത് കഴിക്കും. പറയുന്നില്ല, എത്രയോ കേന്ദ്രമന്ത്രിമാർ വന്നു പോകുന്നു. ഈ വേണമെങ്കിൽ നിർമ്മലാ സീതാരാമൻ എന്ന് വിളിച്ചുകൊണ്ട് പോകാമല്ലോ, ഈ പ്രശ്നങ്ങളൊക്കെ തീരുമാനമല്ലോ. പോകാം. അതിൽ ഈ നിങ്ങളെപ്പോഴെങ്കിലും ഒക്കെ ഉരസിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ഷണിക്കാനും തോന്നുന്നില്ല, അയാൾക്ക് വരാനും തോന്നുന്നില്ല. ഇതാണ് സംഭവം. ഒന്ന്, നിങ്ങൾക്ക് ക്ഷണിക്കാനേ തോന്നുന്നില്ല. നിങ്ങൾ ക്ഷണിച്ചാൽ തന്നെ മറ്റേ ആൾ സ്ലിപ്പ് ചെയ്ത് കളയും. അയ്യോ ഞാൻ മറ്റിടത്ത് ചെല്ലാമെന്ന് പറഞ്ഞു കളഞ്ഞില്ല, ഇനി അടുത്ത തവണ ആവട്ടെ എന്ന് പറഞ്ഞ് സ്ലിപ്പാകും. ഇതൊക്കെ ഈ ഡെലിക്കസി ഉള്ളതുകൊണ്ടാണ് വിളിക്കുകയുമില്ല പോകുകയുമില്ല എന്നുള്ള സ്ഥിതി വരും. ഗഡ്കരിക്ക് അങ്ങനെയൊന്നുമില്ല. അല്ല, കോൺഗ്രസ്സുകാരൊക്കെ പറയുന്നുണ്ട് അമ്മായിയപ്പൻ മരുമകൻ ഗഡ്കരി ഒരു ഇക്വേഷൻ ഉണ്ടെന്ന്. ഇതൊക്കെ നിങ്ങൾക്ക് വൈൽഡ് അലിഗേഷൻസ് ആർക്കും നടത്താൻ പാടില്ല. അതിലൊന്നും ഒരു കഥയില്ല. ഇങ്ങനൊരു അന്തർധാര ഉണ്ടെങ്കിൽ ഗഡ്കരി അവിടെ പോകുമോ? പോവില്ലല്ലോ. അല്ല, ഏറ്റവും കൂടുതൽ വിട്ടുവീഴ്ച ചെയ്ത് ദേശീയപാത നിർമ്മിക്കാൻ കേരളത്തിന് വേണ്ടിയിട്ടാണ് ഇന്ത്യയിൽ ഗഡ്കരി സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. അല്ല, അത് പുറത്ത് വന്ന ഒരു കാര്യം എന്നേ ഉള്ളൂ. മറ്റ് മിനിസ്ട്രിയൊക്കെ വഴിവിട്ട് ഇവരെ സഹായിച്ചിട്ടുണ്ട്, വഴിവിട്ട് സഹായിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ കാട്ടാന ശല്യം ഇതൊക്കെ ഉണ്ടല്ലോ, ഇതിൽ കേരളത്തിലെ ഫോറസ്റ്റ് ഓഫീസർമാർക്ക് വെടിവെക്കാനുള്ള അവകാശമുണ്ട് നിയമത്തിൽ. വനമന്ത്രി വന്നപ്പോൾ പറഞ്ഞു, പ്ലസ് കേന്ദ്രമന്ത്രി പറഞ്ഞു ഈ ഓപ്പറേഷന് വേണ്ടിയിട്ട് 10 ലക്ഷം രൂപ സെപ്പറേറ്റ് ഈ പറഞ്ഞ ഈ ശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, മൊത്തം ഫണ്ടിൻ്റെ അല്ല, 10 ലക്ഷം രൂപ ഇതിനു വേണ്ടി സ്പെഷ്യൽ ഫണ്ട്, ഇതിന് നെറ്റ് കെട്ടുക, ഇത് 10 ലക്ഷം 10 കോടിയോ? 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കാനാണ്. എനിവേ ആ ഫിഗർ ഞാൻ വിട്ടുപോയി. ഇതുണ്ട് കൊടുക്കുന്നു ഇപ്പോഴും. പക്ഷേ ഇവർ പറയുന്നത് കേന്ദ്രം തന്നില്ല, കേന്ദ്രം ചെയ്യുന്നില്ല, വന നിയമം ഇതിന് തടസ്സമായിട്ടിരിക്കുന്നത്. പല സ്ഥലത്തും വഴിവിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, എക്സസീവായിട്ടുള്ള ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത് കേരളത്തിന് മാത്രമല്ല, എല്ലായിടത്തും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിലെ ആൾക്കാർ ആ പെർട്ടിക്കുലർ വീഡിയോ തപ്പിയെടുത്തിട്ട് പ്രൊപ്പഗാൻഡയ്ക്ക് ഉപയോഗിച്ചു എന്നുള്ളതാണ് ഇയാൾ ഗഡ്കരി ലോക്സഭയിൽ നിന്ന് പറയുന്നു. കേരളത്താണ് ഏറ്റവും കോസ്റ്റ്ലിയസ്റ്റ് റോഡുണ്ടാക്കാൻ. 1 കിലോമീറ്ററിന് 100 കോടി രൂപയാകുന്നു. അതിൻ്റെ 25% അവരെടുക്കേണ്ടതാണ്, സ്ഥലം എടുക്കാനുള്ള തുക. അവരുടെ അതില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി, അതും കൂടെ ഞാൻ മുടക്കാമെന്ന് പറഞ്ഞു. ഇതൊക്കെ ചിരിച്ചുകൊണ്ട് പുള്ളി പറയാം. പക്ഷേ ഇവരത് സമ്മതിക്കുന്നില്ലല്ലോ. അല്ല, കേരളം പൈസ കൊടുത്തു, കേരളത്തിൻ്റെ കാശ് കൊണ്ടാണ്, കേരളത്തിൻ്റെയാണ്. സുനിലേ, ഞാൻ പറയട്ടെ, തമിഴ്നാട്ടിൽ ഇതുപോലെ ഡയലോഗ് അടിച്ചു. തമിഴ്നാട്ടിലെ മന്ത്രിമാരും മോശമൊന്നുമല്ല. ഉദയനിധി, പിന്നെ അച്ഛൻ സ്റ്റാലിൻ, ഇതൊക്കെ. എന്തായിരുന്നു അണ്ണാമലയുടെ മറുപടി? 13 പേജുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ്, കേന്ദ്രത്തിൽ നിന്ന് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്ത പൈസ ഓരോ വകുപ്പിലും. നൗ ദിസ് ഈസ് ദ പേപ്പർ, യു റെഫ്യൂട്ട് ഇറ്റ്. ഇത് കിട്ടിയിട്ടില്ല എന്നീ പറ. ഈ 13 പേജും അണ്ണാമലയുടെ നാവിൻ തുമ്പിലുണ്ട്. അത് അങ്ങേര് തന്നെ പറയും, കടലാസ് ഇല്ലാതെ തന്നെ. ബട്ട് വാട്ട് ഈസ് ദ റെസ്പോൺസ് ഫ്രം കേരള? ഞാൻ പറയട്ടെ, കേരളം സുപ്രീം കോടതിയിൽ കേസിന് പോയില്ല. എന്തിന് പോയി എന്ന് കേരളത്തിലെ BJPക്കാർക്ക് അറിയാമോ? ആ ഒറ്റ പോയിൻ്റ് ക്യാമ്പയിൻ പോയിൻ്റായിട്ട് എടുക്കേണ്ടതാണ്. കേരളം പോയത് തരാനുള്ള കാശ് തന്നില്ല എന്ന് പറഞ്ഞിട്ടല്ല, തരാനുള്ള കാശ് കിട്ടി, കൂടുതൽ കടമെടുക്കാനുള്ള അനുവാദം വേണമെന്ന് പറഞ്ഞിട്ടാണ്. അല്ലാതെ കേന്ദ്രം തരാനില്ല. അതെ, പുറത്തുനിന്ന് കടമെടുക്കാനുള്ള അനുവാദം കേന്ദ്രം തന്നിട്ടില്ല, ഞങ്ങൾക്ക് അർഹതയുണ്ട്, അത് തരുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ്. ഇന്നിപ്പോൾ ലാസ്റ്റ് ഡേ ഞാൻ 26 മറ്റോ ആയിരുന്നു ലാസ്റ്റ് ഡേ കടമെടുക്കാനുള്ളത്. സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റ് വന്നിട്ടുമില്ല. എന്ത് ചെയ്യാൻ പോകുന്നു? ഇന്നിപ്പോൾ എമർജൻസി മീറ്റിംഗ് കൂടുകയാണ് ബാലഗോപാൽ. അടുത്ത മാസം ശമ്പളം കൊടുക്കാൻ കാശില്ല, പെൻഷന് കാശില്ല. പെൻഷൻ ഫണ്ട് കമ്പനി ഉണ്ടാക്കിയില്ല, ആ കമ്പനി സമ്പൂർണ്ണ പരാജയം എന്ന് ഉദ്യോഗസ്ഥന്മാർ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു. ആ ഐഡിയ തന്നെ സമ്പൂർണ്ണമായിട്ട് പരാജയമാണ്. സാമാന്യ ബുദ്ധിക്ക് നമുക്കറിയാം, കടമെടുക്കാനായിട്ടൊരു കമ്പനി അവർ കുറേ കടമെടുത്തു, ഇത് തിരിച്ചു കൊടുക്കുന്നത് എങ്ങനെയാണ്? ഇങ്ങനെ ഒരു സാധനം സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്നതല്ലാന്ന് ഈ IAS ഓഫീസർമാർ ഇപ്പോഴാണോ കണ്ടുപിടിക്കുന്നത്? ഇതൊക്കെ തുടങ്ങുമ്പോൾ തന്നെ സത്യത്തിൽ ഇൻറ്റേർണലി വലിയ അസംതൃപ്തി IASകാരുടെ ഇടയിലുണ്ട്. കാരണം ഭോഷ്കാണ് കാണിക്കുന്നത്, കള്ളത്തരമാണ് കാണിക്കുന്നത്. ഇത് അധികകാലം നിൽക്കില്ല ഈ ബലൂൺ. ഇപ്പോൾ അടുത്ത മാസം നോക്കി ദെയർ വിൽ ബി സിവിയർ ഷോർട്ടേജ് ഓഫ് മണി. കാരണം ഇവർ രക്ഷയിൽ കൂടുതൽ കടമെടുക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുപ്രീം കോടതിയിൽ ജഡ്ജ്മെൻറ്റ് വരണം. സുപ്രീം കോടതി അന്ന് 5000 കോടി മേടിക്ക്
10,000 വേണമെന്നല്ലേ നിങ്ങൾ പറയുന്നത്, 5,000 തരാമെന്ന് പറയുന്നു, അത് മേടിക്കുക, ബാക്കി ഞങ്ങൾ നോക്കട്ടെ. ഒന്നും പറ്റില്ല, 10 തന്നാൽ എനിക്ക് 5 വേണ്ടെന്ന്. ആ 5 വാങ്ങിയിരുന്നെങ്കിൽ ഇനി ദാരിദ്ര്യം ഉണ്ടാവില്ലേ. ഇനിയിപ്പോൾ 10 കൊടുക്കണോ വേണ്ടോ എന്നൊക്കെ സുപ്രീം കോടതിയിലെ ജഡ്ജ്മെൻ്റ് എപ്പോൾ വരും ദൈവത്തിനെ അറിയാവുള്ളൂ. സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റ് 3-ാം തീയതിയോ 4-ാം തീയതിയോ ഏപ്രിലിൽ വരുന്നു എന്ന് വെച്ചോ, എന്ത് പ്രയോജനം? ഒരു കാര്യമില്ല. ഈ തെരഞ്ഞെടുപ്പ് കേസിലെ വിധി പോലെയാണ്. ഇയാൾ തോറ്റ് അടുത്ത തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അടുത്ത ആളും വന്നു കഴിയുമ്പോഴാണ് സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റ് വരുന്നത്. സുനിലായിരുന്നു അന്ന് ജയിച്ച ആളെന്ന് പറഞ്ഞിട്ട് കാര്യം. എനിക്ക് തോന്നുന്നു ഈ സുപ്രീം കോടതിക്ക് അവർ പിടിച്ച ഈ പുലിവാല് മനസ്സിലായെന്ന് തോന്നുന്നു. അതുകൊണ്ടാണെന്ന് തോന്നുന്നു മാർച്ച് കഴിഞ്ഞിട്ട് ഏപ്രിൽ ഓർഡേഴ്സിന് വെച്ചത്. അതോടെ കഥ കഴിഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത് ഗഡ്കരിക്ക് ഇതൊരു പ്രസ്റ്റീജ് ഇഷ്യൂ ഒന്നുമല്ല. ഞാൻ മുഖത്തടിച്ച പോലെ മറുപടി കൊടുത്തു, അത് പ്രൊജക്റ്റ് ചെയ്യപ്പെട്ടില്ല, അതൊന്നുമില്ല. അങ്ങനെ തർക്കം ജയിക്കാനായിട്ട് ചെയ്യുന്ന മനുഷ്യനല്ല. നാഗ്പൂർ കോർപ്പറേഷൻ 2012 ശിവസേന ഉടക്കി. ശിവസേനയും BJP ഒരുമിച്ചാണ് കോർപ്പറേഷനിൽ മത്സരിച്ചത്. ജയിക്കാനുള്ള ഭൂരിപക്ഷമുണ്ട്. ശിവസേന പറഞ്ഞു ഞങ്ങൾക്ക് മേയറാവണം. BJP പറഞ്ഞു പറ്റില്ല, അങ്ങനെ ഒരു ധാരണ ഞങ്ങൾക്കാണ് സീറ്റ് കൂടുതൽ, നിങ്ങൾക്ക് ഡെപ്യൂട്ടി മേയർ മുതൽ പറ്റില്ല, ഞാനാണ് മേയർ, പോയി പണി നോക്കണം. ശിവസേനയാണ് ആദ്യം പറഞ്ഞത് പോയി പണി, ഞങ്ങൾ കൂടുന്നില്ല, കൂടിക്കഴിഞ്ഞാൽ ഭൂരിപക്ഷമില്ല. ഗഡ്കരി ഡൽഹിയിൽ നിന്ന് വന്നു. ഗഡ്കരി വന്നിട്ട് ശിവസേനയോട് പറഞ്ഞു ശരി ചേട്ടൻ പൊക്കോ, ഗുഡ് ബൈ. 6 സ്വതന്ത്രന്മാർ, കുറച്ച് മുസ്ലിം ലീഗുകാർ, ഇവിടുത്തെ മുസ്ലിം ലീഗല്ല, അവിടെ ഒരു മുസ്ലിം ലീഗുണ്ട്, ലോക്കൽ മുസ്ലിം ലീഗ്. ഇവരുമായിട്ട് നാഗ്പൂർ വികാസ് ആഘാടി എന്ന് വെച്ചാൽ മുന്നണി, നാഗ്പൂർ വികാസ് ആഘാടി ഉണ്ടാക്കി. മേയറെ സത്യപ്രതിജ്ഞ ചെയ്തിട്ട് അടുത്ത ഫ്ലൈറ്റിന് തിരിച്ച് ഡൽഹിക്ക് പോയി. 5 വർഷം ഫ്രം 2012 to 2017 ആ നാഗ്പൂർ വികാസ് ആഘാടി ഭരിച്ചോളൂ. ഞാനിവിടെ BJPക്കാരോട് മുസ്ലിം ലീഗുമായിട്ട് ശത്രുത വേണ്ട, നിങ്ങൾ കൂടാൻ നോക്കുന്നു, ഇയാളെന്തോ ഒരു രാജ്യദ്രോഹിയാണ് നിങ്ങളുടെ മട്ടിൽ. യു ഡോണ്ട് നോ വാട്ട് ഈസ് ഹാപ്പനിങ് അറൗണ്ട് യു, വാട്ട് ക്യാൻ ഐ. ബട്ട് ദാറ്റ് എ പാർട്ട്. ഈ ഗഡ്കരിയുടെ ഒരിക്കലും ഒരു കൺഫ്രണ്ടേഷൻ സ്റ്റൈലല്ല, വലിയ ബഹളം വെച്ച്. അതേസമയം ഹിന്ദുത്വ പോയിൻറ്റ്സിന് ഇത്ര കൃത്യമായിട്ട് ചിരിച്ചുകൊണ്ട് മറുപടി കൊടുക്കുന്ന വേറൊരു മന്ത്രിയെ കാണാനും പ്രയാസമാണ്. ബാക്കിയുള്ളവരൊക്കെ ഒരല്പം അസ്വസ്ഥത പ്രകടിപ്പിക്കും ആ ഏരിയ വന്നു കഴിയുമ്പോൾ. രാമജന്മഭൂമി എന്തൊക്കെ പറഞ്ഞാലും പള്ളി വിളിച്ചിട്ടല്ലേ നിങ്ങൾ അമ്പലം പണിഞ്ഞെന്ന്, ഇതൊന്നും ഗഡ്കരി എഴുത്ത് ചിലവാകില്ല. ഗഡ്കരി ചിരിച്ചുകൊണ്ട് തന്നെ അതിന് മറുപടി പറയും. RSSകാരനാണെന്ന് ചോദിച്ചാൽ ഒരു പരിഭ്രമമില്ലാതെ പറയും, ഒരു കബ്സെ RSS അഭി പൂച്ചേ, ഇത്രയും വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾ RSSകാരാണ് ചോദിക്കുന്നത്. ഇങ്ങനെ RSSൻ്റെ കാര്യം ചോദിച്ചാൽ അത് പറയും, അതിൽ ഉറച്ച് അതിലൊന്നും ഒരു പ്രശ്നമില്ല. പുള്ളി പറയുന്നത് എങ്ങനെ നിങ്ങൾ വെറുതെ ബഹളം വയ്ക്കുന്നതല്ലാതെ ഞങ്ങളും മുസ്ലിങ്ങളും തമ്മിൽ യാതൊരു പ്രശ്നമില്ല. ക്ലാസ് ചോദ്യമുണ്ട് പുള്ളിയുടെ. നിങ്ങളിത് പറ, RSS എവിടെയെങ്കിലും മുസ്ലിമിനെ ഓടിച്ചിട്ട് തല്ലുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെ ജനറൽ ബഹളം നടക്കുന്നു, അതിൽ RSSകാരനുണ്ട് കോൺഗ്രസ്സുകാരനുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു പിടിച്ചു ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനിയൊക്കെ അടിക്കുന്നു. എന്ത് ചെയ്യാൻ പറ്റും? അതിൽ RSSകാർ മാത്രം പുറത്തിറങ്ങരുതെന്ന് പറയാൻ പറ്റും. മൊത്തത്തിൽ അടി നടക്കുമ്പോൾ അവനും കയറി അവനെ ആരെങ്കിലും തല്ലും, അവനും തിരിച്ചു തരും. ഇതൊന്നും RSS നാഗ്പൂരിൽ നിന്ന് പ്ലാൻ ചെയ്തിട്ട് ഇന്ന സ്ഥലത്ത് ഇന്ന പോലെ തല്ലണം എന്നൊക്കെ അങ്ങനെ ഇല്ലല്ലോ. അപ്പോൾ വളരെ ലൈറ്റായിട്ട് പുള്ളി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു. കേരളം ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്ന ഒരു കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയാണ്. കേരള നിയമസഭ ഒരു പ്രമേയം പാസ്സാക്കണം നിതിൻ ഗഡ്കരിയെ അഭിനന്ദിച്ചുകൊണ്ട്. കാര്യം എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇങ്ങനൊരു കൊള്ളാവുന്ന മനുഷ്യൻ മോദിയുടെ കൂടെ ഉണ്ട്, അത്രയെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ പ്രാക്ക് തട്ടും. പക്ഷേ ഗഡ്കരി ചെയ്യുന്നിടത്തൊക്കെ നമ്മൾ ഫ്ലെക്സ് വെച്ചുകൊണ്ടിരിക്കുക. എന്ത് വയ്ക്കുന്നു? ഇപ്പോൾ ആലപ്പുഴ പോലും നോക്കൂ, കേരളത്തിലെ ഏക MP ആണ് CPMൻ്റെ. അവിടെ നാഷണൽ ഹൈവേ യാഥാർത്ഥ്യമാക്കിയ AM ആരിഫിന് അഭിവാദ്യങ്ങൾ. അത് വയ്ക്കും സുനിൽ. സി, it's all because your BJP unit here is failing to counter the propaganda. See, തെരഞ്ഞെടുപ്പ് പലപ്പോഴും പ്രൊപ്പഗാൻഡയുടെയും നരേറ്റീവിൻ്റെയും വാറാണ്. സുനിൽ കഷ്ടപ്പെട്ടുണ്ടാക്കിയതിൻ്റെ പുറത്ത് ഇല്ലേ ആനയ്ക്കുണ്ടല്ലോ, ആന മംഗലാംകുന്ന് അയ്യപ്പൻ, ഈ ആനയ്ക്കൊരു മാലയുണ്ട്, പിച്ചളയുടെ വലിയ മാല, അതിൽ പേരുമൊക്കെ എഴുതിയിട്ട് ഈ മാല വാങ്ങിച്ച് കൊടുത്തിട്ട് ആന നമ്മളെ സ്വന്തമാക്കാം. അതിൽ ആ പിക്ചർ അതെ മറ്റേ മറ്റിടത്ത് രാഘവൻ
എന്ന് പറഞ്ഞ് പേരെഴുതി കഴിഞ്ഞാൽ ഈ മാല മാത്രമാണ് നിങ്ങളുടെ, ആന വേറെ ആൾ തന്നെയാണ്. പക്ഷേ ജസ്റ്റ് ബിക്കോസ് ഓഫ് ദിസ് മാല യു ബിക്കെയിം വെൽ നോൺ. ഗോവിന്ദൻ നായർ വലിയ മഹാനാകും. ഗോവിന്ദൻ നായർ കൊടുത്തിരിക്കുന്ന മാലയാണ്, ആനയല്ല. അതെ അതെ. ഇത് ചെയ്യാൻ ശീലിക്കണം. അത് പൊളിറ്റിക്സിലെ ഒരു പ്രക്രിയയാണ്. ഇറ്റ്സ് എ ലെജിറ്റിമേറ്റ് പൊളിറ്റിക്കൽ ട്രിക്ക് യൂസ് ബൈ എവറി വൺ. പ്രൊപ്പഗാൻഡ. സുനിൽ ചെയ്ത ജോലിയുടെ ക്രെഡിറ്റ് ഞാൻ അടിച്ച് മാറ്റി. അതടിച്ച് മാറ്റാതെ ജോലി ചെയ്താൽ മാത്രം പോരാ, അതിൻ്റെ ക്രെഡിറ്റ് വല്ലവനും കൊണ്ടുപോകാതെ നോക്കാൻ. ഗഡ്കരി വളരെ വ്യത്യസ്തനാണ്. അദ്ദേഹം ഒരിക്കലും ഒരു ക്രെഡിറ്റും അവകാശപ്പെടുന്നുമില്ല. അത് വേറൊരു ലെവലിൽ നിങ്ങൾക്കത് ചെയ്യാം. മോദി എന്തെങ്കിലും ചെയ്തു എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റ് എടുക്കാൻ നടക്കാതെ തന്നെ ഈ ചെയ്യുന്നതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ മോദിക്ക് പോകും. ആ രീതിയിലുള്ള വീഡിയോ സംഗതി അത് ഇതൊക്കെ വരും. ഇപ്പോൾ മുഴുവൻ സാധനത്തിൻ്റെയും ക്രെഡിറ്റ് എടുത്തതാണ് മോദിയുടെ ഗ്യാരണ്ടി. ഫിനിഷ്. ഇറ്റ്സ് എ പ്രൊപ്പഗാൻഡ. ഇറ്റ് ഈസ് ട്രൂ ബട്ട് സ്റ്റിൽ ഇറ്റ് ഇസ് എ പ്രൊപ്പഗാൻഡ. ഹൗ ടു റീച്ച് ടു ദ പീപ്പിൾ, ഒറ്റ വാക്കുകൊണ്ട് മോദിയുടെ ഗ്യാരണ്ടി. ഏതായാലും നാഗ്പൂരിൽ ഗഡ്കരി വീണ്ടും ജനവിധിയോട് കാണാം. നാഗ്പൂരിന് ഗഡ്കരി എന്നല്ലാതെ വേറെ ഉത്തരം ഉണ്ടാതിരിക്കാൻ ഒരു സാധ്യതയില്ല. ഒരു കുഴപ്പമില്ല. എതിർ സ്ഥാനാർത്ഥി ചിലപ്പോൾ മാറിക്കൊടുക്കും. ഞാനില്ല ചേട്ടൻ ജയിച്ചു, വെറുതെ ഉടക്കുണ്ടാക്കുണ്ടാകും. ഏതായാലും നമുക്ക് 2024 ഒരു ഒന്നല്ല ഒരുപാട് ഗഡ്കരി വരെ കിട്ടട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.